Hello students, we are start with our new session. Okay, in the last class we will discuss about procedure oriented programming concepts. Okay, ഓർമ്മയുണ്ടോ പ്രൊസീജിയർ ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൻ്റെ ബേസ്? അതിൽ എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് വന്നത്? നമുക്കറിയാം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓപ്പറേറ്റ് ഓൺ ഡേറ്റ. അപ്പോൾ എന്തായിരുന്നു പ്രോബ്ലം വന്നത്? ഡേറ്റ ഈസ് നോട്ട് സെക്യൂർ. ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാനാണ് നെക്സ്റ്റ് ഉണ്ടായിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. As you know, Java is a purely object-oriented program. So before studying Java, we will discuss about object-oriented programming features. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നും. C++ൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ്, അല്ലെ ഓബ്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്. Okay, can you say what is an object or what is a class? Yes, a class represents a group of objects. Correct. Any other definition? Okay, object-oriented programming uses a different set of programming languages than called procedural programming language. And in object-oriented programming, everything is grouped as self-sustainable object. What is an object? Can you say one example of an object? Yes, an apple is an object. What is a class? ഓർമ്മയുണ്ടോ? ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. The real world can be accurately described as a collection of objects that interact. What does this mean? The real world, നേരത്തെ പറഞ്ഞു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് റിയൽ വേൾഡിനെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ റിയൽ വേൾഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് പറയാം, അല്ലേ? എന്താണ് ക്ലാസ്? ഒരു ക്ലാസ്സിനകത്തുള്ള കണ്ടന്റ് എന്തായിരിക്കും? നമ്മൾ എന്തിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, റിയൽ വേൾഡിലെ ഒരു എൻറ്റിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റിറ്റിയുടെ കുറേ ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലസ് അതിൻ്റെ ഫങ്ഷൻസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ യൂണിറ്റ്, അല്ലെ ഒരു സിംഗിൾ യൂണിറ്റാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. എന്താണ് ക്ലാസ്? നമ്മളൊരു റിയൽ വേൾഡ് എൻറ്റിറ്റിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റിറ്റിയുടെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആട്രിബ്യൂട്ട്സ് പ്ലസ് സം ഫങ്ഷൻസ് ആർ ടുഗദർ known as a class. Can you say one example? Okay, student, employee is an example. In student, if student is a class, then what are the characteristics of a student? സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണുള്ളത്? ഒരു റോൾ നമ്പർ കാണും, ഒരു നെയിം കാണും, ഒരു അഡ്രസ്സ് കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടും, ഇനി സ്റ്റുഡൻറ്റിൻ്റെ സം ഫങ്ഷൻസ്,
A student doing some actions, അതാണ് നമ്മളവിടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആക്ഷൻസ് എന്ന് പറയുക അവിടെ? സ്റ്റുഡൻറ്റിൻ്റെ ആക്ഷൻസിൽ നമുക്ക് സ്കോറിങ് അല്ലെ ഗ്രേഡ് കാൽക്കുലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾ ഒരു വെഹിക്കിൾ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, വെഹിക്കിൾ ഓൾസോ എ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഇനി വെഹിക്കിളിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? വെഹിക്കിളിന് സ്റ്റിയറിങ് കാണും, വീല് കാണും, ദെൻ ഹോൺ കാണും, മോഡൽ കാണും, ഇതെല്ലാം അതിനുണ്ടാവും. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്തായിരിക്കും? അത് ഒരു ആക്ഷൻ നടക്കുന്നത് അവിടെ വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനകത്തൊരു ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് മൂവിങ് ആണ് അല്ലേ? ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ ആക്ഷൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻ ഓഫ് വെഹിക്കിൾസ് അല്ലെ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ആ ഒരു ക്ലാസ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻ്റ് ആവട്ടെ അല്ലെ വെഹിക്കിൾ ആവട്ടെ, സ്റ്റുഡൻറ്റ് ഓർ വെഹിക്കിൾ ഇസ് എ ക്ലാസ്, ദെൻ ഇറ്റ് റെപ്രസെൻറ്റ് some characteristics or attributes plus some functions or action associated with that entity. That is, the real world can be described as a collection of objects that interact. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ എല്ലാം ചേർത്തിട്ടാണ് ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതിലെ ഓരോന്നും ഓരോ ഒബ്ജക്റ്റാണ്. ഒരു സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ 1 ഈസ് ആൻ ഒബ്ജക്റ്റ്, 2 is an object, is a unique existence. That is what is called the class concept. Next, object. What is an object? Is usually a person, place or a thing. Method, an action performed by an object. Then property or attributes are characteristics of certain object. In class, a category of similar objects does not hold any values of the object's attributes or properties. ഇതാണ് നമ്മളൊരു ഓപ്സിൻ്റെ ടെർമിനോളജിയിൽ നമ്മൾ ക്ലാസ് എന്താണെന്ന് പറഞ്ഞു. സിമിലർ ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുക. അത് ചെയ്യുന്ന സം ആക്ഷനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെ ഓരോരുത്തരും ഒരു യുണീക്കായിട്ട് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. നമുക്ക് ക്ലാസ്സിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ക്ലാസ്സസ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ആൻഡ് വൺ ക്ലാസ് കണ്ടെയ്ൻസ് ഒബ്ജക്ട്സ്. Class is a collection of objects. Then a class has properties that belong to that class. A class has properties that belong to that class. And also a class has some methods or functions of the class. This class has some properties belong to the class and some methods or functions of the class. Then class is a collection of objects or instance of the class, and these has properties, instance properties or belonging to the object. This is a representation of a class. A class contains properties and functions. Also, a class has runtime instance of a class is an object, and collection of object is class. Also, object has instance properties. It's a representation of a class. This is some examples of a class. It's an example that is account class contain owner, balance, account number and transaction log. Also another class deposit account and current account. Deposit account is a account class, type of account class, and current account also is an account type class. That is account class. Account എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ്
or attributes ആണ്. അതിനൊരു ഓണർ ഉണ്ട്, ബാലൻസ് ഉണ്ട്, അക്കൗണ്ട് നമ്പർ ഉണ്ട്, ട്രാൻസാക്ഷൻ ലോഗ് ഉണ്ട്. ഇനിയും വേറെ രണ്ട് ക്ലാസ്സസ് ആണ്, കറണ്ട് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്. These are type of account class. Some example of class. നമ്മൾ പറഞ്ഞതുപോലെ നമുക്കിവിടെയുള്ള ഏതിന് വേണേലും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. നമ്മളൊരു ഫ്രൂട്ട് ഈസ് എ ക്ലാസ്. ഫ്രൂട്ട് ഹാസ് സം പ്രോപ്പർട്ടീസ് ലൈക്ക് കളർ, ടേസ്റ്റ്, ഷേപ്പ്, etc. Then a particular fruit is an object. Collection of such objects are known as a class, that is fruit class. And an object is a type of class which has unique existence. Examples are a flower, a tree, an animal, a student, a desk, a chair, university, city, country. These are everything in the world can be represented as an object. These are the examples. ഇനി നമുക്ക് ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ്? ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. An object is an instance or runtime instance of a class is called an object. നമുക്കറിയാം സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പം അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെഹിക്കിളിനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും. ഇത് നമ്മൾ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഒബ്ജക്റ്റിന്. ദെൻ ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അതിനെ നമുക്കൊന്നും കൂടി ഫോർമലായി ഡിഫൈൻ ചെയ്യാം. An object is a computational entity that encapsulates some data, is able to perform actions or methods on its state, and communicate with other objects via message passing. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഫീച്ചേഴ്സ് ആണ്. An object is encapsulate some state, able to perform some action or methods on this data, and also it communicate with other objects via message passing.